സങ്കടപ്പെട്ടിരിക്കണ ഫ്രെഡി എന്നെ വഴക്കുറയും. സത്യം പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവരും വലിയ സന്തോഷം അഭിനയിക്കുക. ഫ്രെഡി ആള് ഹൃദയമുള്ളവനാ, പക്ഷേ പെങ്ങളത്ര പോരാട്ടോ റോസിയെ. ഓ, ഇത് കാണുമ്പോ കുമാരൻ എന്നെ പങ്കായത്തിനടിച്ച് ഓർമ്മ പിന്നെയും വരിക. ഈ ചെമ്മീനിൽ പെണ്ണുങ്ങളില്ലേ, എല്ലാത്തിനും മീശുണ്ടല്ലോ. ചത്തട്ടും കിടന്ന് ബലം പിടിക്കുക വളഞ്ഞൂത്തി. ഇത് കിള്ളിയിട്ടും തീരല്ലോ ഈശ്വര. തന്നോടാരാ ഈ ജോലിയൊക്കെ ചെയ്യാൻ പറഞ്ഞത്? നിങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കുമ്പോ ആ കുടുംബത്തിന് വേണ്ടി ആവുന്ന സഹായമൊക്കെ ചെയ്യണ്ടേ? മുറ്റുമടിയും തുണിയലക്കും പാത്രം കഴുകലും ഒക്കെ ഇനി ഞാൻ ചെയ്തോളാം. ഇവിടെയും ഞാൻ നല്ല കുടുംബിനിയായിരിക്കും. ഇയാൾ ആണുങ്ങൾ ചെയ്യണ ജോലി മാത്രം ചെയ്താൽ മതി. ഞങ്ങളുടെ കരയിലെ ആണുങ്ങൾ ചെയ്യണത് ചീട്ടുകളെയും വെള്ളമൊടിക്കുക. അതൊന്നും ചെയ്യാൻ എന്നെ കിട്ടില്ല. വേറെ വല്ല ജോലി കിട്ടി പറ, ഞാൻ ചെയ്യാം. താനൊന്ന് പുറത്തേക്ക് വന്നേ. താൻ ഈ വിറകൊക്കെ ഒന്ന് കീറിട്ടെ. എന്റെ റോസി, ഇത്രയും ഭാരപ്പെട്ട പണിക്ക് ചെയ്ത് എന്റെ നടു തളർന്നു പോവും. അതെ, പറഞ്ഞത് അങ്ങ് കേട്ടാ മതി. ഇത്രേ ഉള്ളോ? ഒരു ലോഡ് കൂടി ഇറക്കായിരുന്നു. ഞാൻ വെറുതെക്കാണല്ലോ. അവിടെ ഇരിക്കു പറക്കേ. ശില്പ ഇതാടോ. എനിക്ക് കണ്ണാണ്, പക്ഷെ വിറകിന് കണ്ണില്ലല്ലോ. അമ്മേ, അടിയേക്കാളും വലിയ ചൂടാണല്ലോ അത്. എന്നാ പിന്നെ ഞാൻ ആ തീ പോയി കിടക്കാം. നീ ഷർട്ടൊന്ന് മാറ്റിക്കേ. അങ്ങനെ ഇപ്പൊ എന്റെ ബോഡി കാണണ്ട. ഷർട്ട് പൊക്കാണ് എങ്ങനെയാ ചൂട് വെക്കുന്നത്? അവരിടിച്ചത് ഷർട്ട് പൊക്കിയിട്ടല്ലോ, പിന്നെ നിന്നെ ചൂട് പിടിക്കുമ്പോ ഷർട്ട് പൊക്കണേ. കൈ കിട്ടിയെടുത്ത് ഒരുത്തനെങ്കിലും അടിച്ചു വീഴ്ത്തുന്നടാ. പട്ടിയെ പോലെ അവന്മാരെ തല്ലും കൊണ്ട് വന്നിരിക്കുക. ആ പേടിത്തുറമാരെ എന്നെ താഴെ നിർത്തിയല്ല എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വായുവിൽ നിർത്തി വോളിബോൾ കളിയായിരുന്നില്ലേ? പിന്നെ താഴെ നിർത്തിയാൽ ഒരുപാട് ഉണ്ടാക്കും. എന്തുണ്ടാക്കിയല്ലേ? എനിക്ക് ഒരു പ്രശ്നമില്ല. എനിക്ക് ദേഷ്യം വന്നുണ്ടല്ലോ. കൈ മാത്രം ഒരു വെറുതെ വിട്ടതാ. ഇപ്പൊ അതും പുള്ളി. എന്നാ പിന്നെ തലക്കൂടെ ഒഴിക്കായിരുന്നില്ലേ? നിന്റെ കരയിൽ രണ്ടുപേരെ നീ തല്ലിക്കൊന്നു വീമ്പളിക്കുന്ന കേട്ടല്ലോ. പിന്നെന്താ അവരുടെ നേരം നിന്റെ കൈ പൊങ്ങാഞ്ഞ്? വീമ്പളിക്കൊന്നുമല്ല, രണ്ടുപേരെ തല്ലിക്കൊന്നു പറഞ്ഞ ശരിയാ. ഒരു ഓന്തിനെയും ഒരു തൊരപ്പനെയും. എന്താ, അതും ജീവികളല്ലേ? നിന്നെ കൊണ്ട് അതൊക്കെ പറ്റുള്ളൂ, പേടിത്തൊണ്ടൻ. അവൻ ഹാർബറിലുണ്ടാവും. കൈയോടെ തന്നെ കണക്കെടുത്തിട്ട് ബാക്കി കാര്യം. അയ്യോ വേണ്ട ഫ്രെഡി, ഇനി ഇതിന്റെ പേരിൽ ഒരു വഴക്കുണ്ടാക്കണ്ട. ഏത് കരയിൽ ചെന്നാലും എനിക്കിത് കിട്ടാറുള്ളതാ. അവിടെ കുമാരനാണെങ്കിൽ ഇവിടെ ക്ലീറ്റസ്, രണ്ടിലും കായണ്ട് ക്ലീൻ ഉണ്ട്. ഇതൊക്കെ കണ്ണടച്ചാലേ അവൻ ഇനിയും തലേ കയറും. അവൻ അടിച്ചു തന്നെയാണെങ്കിലും കൊണ്ടെനിക്കാടാ. വെറുതെ ദൈവദോഷം പറയല്ലേ ഫ്രെഡി. കംപ്ലീറ്റ് അടി കൊണ്ടത് എനിക്കല്ലേ റോസി. ഒരടി പോലും പാഴായിട്ട് പുറത്തു പോയിട്ടില്ല. ദേ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി എന്റെ പേരില് ഈ കരയിലൊരു പ്രശ്നം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി അതല്ല, നിങ്ങൾക്ക് ആരെങ്കിലും തല്ലണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, എന്നെ തന്നെ അങ്ങോട്ട് തല്ലേ. അല്ല പിന്നെ ഇവൻ എന്താ തലക്കടി കൊണ്ട് പ്രാന്തായോ? ഇങ്ങനെ ഒരു മണഗുണാക്ഷം നമ്മുടെ ഇടയിൽ ഒന്ന് പെട്ടല്ലോ. ഓ, നിങ്ങൾ ഇത്രയും പേരുണ്ടായിട്ട് ആ നേരത്തെ എല്ലാരും എവിടെയായിരുന്നു? അവരുടെ തല്ല് കൊണ്ടിട്ടാണേലും എന്റെ മാനം കാത്തത് ഈ കൃഷ്ണനാ. ദേ, ഇനി അവരോട് വഴക്കിനൊന്നും പോണ്ട. ചേട്ടന്മാര് വേഗം സ്ഥലം വിടാൻ നോക്ക്. അല്ലപ്പോ കീരിയും പാമ്പ് വരും നിങ്ങളിപ്പോ ഒന്നായ. എന്നാ ഇവനെ ബ്രദറായിട്ട് അങ്ങ് ദത്തെടുത്തു. അതിനി ദത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെന്റെ ജോൺഫി തന്നെയാ. മാലിനി നദിയിൽ കണ്ണാടി നോക്കും എന്റെ കൃഷ്ണ, ഈ വക ജോലിയൊന്നും ചെയ്യണ്ടെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ. എന്റെ ജോൺഫിയാന്ന് എല്ലാരോടും പറഞ്ഞിട്ട് എന്നെ വെറുതെ നാറ്റിക്കല്ലേ. ഞങ്ങളുടെ ജോൺഫി ഇങ്ങനെ പെണ്ണുങ്ങളുടെ ജോലിയൊന്നും ചെയ്യാറില്ല. അവൻ നല്ല ഉശിരുള്ള ആൺകുട്ടിയായിരുന്നു. അവനവന്റെ മുച്ചടിക്കുന്നതിന് എന്തിനാ ഉശിര്? ദേ, ഇനിയെങ്കിലും നീ ആൺകുട്ടികളെ പോലെ നടക്കാൻ പഠിക്കും. പൗരുഷത്തോടെ ജീവിച്ചില്ല ഈ കണ്ടവരൊക്കെ വന്ന് മെക്കിട്ട് കയറും. എന്റെ പൗരുഷത്തിന് എന്തോ ഒരു കുറവ്. നിങ്ങളുടെയൊക്കെ പൗരുഷത്തിന്റെ പ്രതീകം സിൽമാടൻ ജയനല്ലേ? ആ ജയനെ ഞാൻ കാണിക്കാം, എന്നിട്ട് പറ എനിക്ക് പൗരുഷമുണ്ടോ ഇല്ലെന്ന്. നീലടാ പെണ്ണുങ്ങളെ കളിയാക്കുന്ന ആലുവലാതി ഷാജേ. ഇവനെ ഞാൻ നിങ്ങളവിടെ. അയ്യോ അമ്മാമേ, എങ്ങനെയുണ്ട്? ഇതെന്നെക്കാ ചേരുന്നത് നിനക്കാ. എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, എന്ത് ഡ്രസ് ഇട്ടാലും ചേരും. അമ്മയുടെ ബ്ലൗസും മാലുവിന്റെ പെറ്റിക്കോട്ടും എന്ത് മാച്ച് എന്നറിയോ എനിക്ക്. എന്തെങ്കിലും മാന്തണത് പേനുണ്ടാവും, ഞാൻ നോക്കട്ടെ. അങ്ങോട്ട് നോക്ക, പേനിരിക്കുന്ന മോത്താണോ? നമ്മൾ തമ്മിൽ ഇത്രയും പെട്ടെന്ന് ലവ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സത്യം പറഞ്ഞ അമ്മാമനെ കണ്ടത് മുതല് എനിക്കിന്റെ മുത്തശ്ശിന് ഓർമ്മ വരിക. എവിടെ തലയിൽ പേരിന് പോലും ഒരു ഇരില്ല. അമ്മാമ്മയുടെ തലയ്ക്ക് ചൂടായതുകൊണ്ട് പേനൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. ഈശ്വരാ, ദേ കിടക്കണ മത്തങ്ങ പോലൊരു സാധനം. ചുടിച്ചോര കുടിച്ചിട്ട് മയങ്ങുക. ഇവിടെ പാടാ. പേൻ കാണണമെങ്കിൽ എന്റെ അമ്മയുടെ തലയില് മുടിയൊന്ന് മാറ്റിയ മതി. പേനിന്റെ ചാകരയാ ചാകര. ആദത്തിന് പർദീസ നഷ്ടപ്പെടാൻ കാരണം ഇതും ഹവ്വ തന്നെയാ. മാലുവിന്റെ കാര്യം പറയുമ്പോ അതിന്റെ ഇടയിലേക്ക് എന്തിനാ വെറുതെ ഹവ്വയെ വലിച്ചടക്കണത്? ഓ, നീ വേറെ ജാതിയാണല്ലോ. ഞങ്ങളുടെ ഹവ്വനെ നനക്ക് പിടിക്കില്ലല്ലോ.
അമ്മമ്മ അങ്ങനെ പറയരുത്. എല്ലാ മതങ്ങളും ഒന്നാ, എല്ലാ ദൈവങ്ങളും ഒന്നാ. ഉദാഹരണത്തിന് ഇപ്പോ ക്രിസ്ത്യാനികളുടെ ക്രിസ്തു, ക്രിസ്തുവിൽ ക്രിയുണ്ട്. ഞങ്ങളുടെ കൃഷ്ണൻ, കൃഷ്ണനിൽ ക്രിയുണ്ട്. പിന്നെ മുസ്ലിങ്ങളുടെ അയ്യടാ മുക്രിയിൽ ക്രിയുണ്ട്. ഞങ്ങളുടെ കൃഷ്ണൻ കാളിനെന്ന പാമ്പിന്റെ നിറകുന്തലിൽ ചവിട്ടി. നിങ്ങളുടെ ഗീവർസുനാലും പാമ്പിന്റെ വായിൽ കോലിട്ട് കൊത്തി. കുന്തം. എന്ത് തേങ്ങാപ്പൂരാണെങ്കിലും കുത്തോണ്ട് പാമ്പിനല്ലേ. അമ്മമ്മയുടെ എനിക്കൊന്ന് പറയാനുള്ളൂ. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംസ്ഥാന സമ്മേളനം വല്ല മനസ്സിലായോ? ഇല്ല. എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മളൊന്നും വേണ്ട പോണ്ട, നമുക്ക് കടലിൽ തിരയണിരിക്കാം. താനെന്താ ഫാൻസി ഡ്രസ് കളിക്കാ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, തന്റെ ഈ മാതിരി വേഷം കിട്ടുന്ന ഇവിടെ നടക്കില്ല. ആണായാലേ ആണുങ്ങളെ പോലെ തന്നെ ജീവിക്കണം, അല്ലാതെ രണ്ടും കെട്ട ജന്മാവരുത്. ഇവിടെ ഞങ്ങൾക്ക് അല്പം മാന്യത അന്തസ്സൊക്കെ ഉണ്ട്, അത് ഇയാളായിട്ട് കളഞ്ഞു കുളിക്കരുത്. വന്ന് കേറിയപ്പോഴേ ഞാൻ പറഞ്ഞതാ, ചട്ടയും മുണ്ടോട്ട് നടക്കണു വൃത്തികേട്ടാ. റോസിക്ക് എന്റെ സ്വഭാവവും പ്രവർത്തികളും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് റോസ് എങ്ങോട്ടെങ്കിലും പൊക്കോളൂ. റോസിക്ക് അറിയാമോ, അമ്മമ്മ നിർബന്ധിച്ചുകൊണ്ട് മാത്രാ ഞാൻ ഈ ചട്ടമുണ്ട് എടുത്ത് കൊടുത്തത്. ഭ്രാന്തുള്ളൊരു സ്ത്രീക്ക് അല്പം സന്തോഷം കൊടുത്തത് ഇത്ര വലിയ തെറ്റായി പോയോ? അമ്മമ്മ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് ഭ്രാന്ത് കൂടി അത് ഹാർട്ട് അറ്റാക്കായി കരളിനെ ബാധിച്ചാൽ. അല്ലെങ്കിലും ഞാനിവിടെ വന്നപ്പോ മുതല് റോസ് എന്നെ വിട്ടിട്ട് പീഡിപ്പിക്കല്ലേ. എന്നോട് ഇങ്ങനെ പോരെടുക്കാൻ എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? ജോൺഫിയുടെ ഡ്രസ്സ് എടുത്തതിന് ഫ്രണ്ടി പറഞ്ഞിട്ട് റോസ് എനിക്ക് തന്നോ? എന്നെ ഒരു ബ്രദറായിട്ട് കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ ഒരു സിസ്റ്ററായിട്ട് കണ്ടൂടെ? അതെങ്ങനെയാ? ഞാനൊരു അനാഥയാണല്ലോ, ആർക്ക് വേണേലും എന്നിട്ട് തട്ടി കളിക്കാം. ഇനിയും എന്നെ കുത്തുവാക്ക് പറഞ്ഞ റോസ് ദ്രോഹിക്കുകയാണെങ്കിൽ എല്ലാത്തിനും കാരണക്കാരി റോസി അത് ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ വല്ല കടുകയും ചെയ്യും. നോക്കിക്കോ. ഇയാള് കരയണ്ട, ഇനി ഞാനൊന്നും പറയില്ല. ദീപം കയ്യിൽ സന്ധ്യാദീപം. അയ്യടാ സിനിമ പാട്ട് നേറി. ദീപം കാറ്റ് വന്ന് കിടത്തിയ പിന്നെ കത്തിക്കില്ലട്ടെ മുത്തശ്ശി. ഇന്നലെ ക്ലാവറിന്റെ ഒരു തീപ്പെട്ടി തീർന്നേ. മുത്തശ്ശി പറഞ്ഞ കേൾക്കണ കാറ്റും കടലും അല്ലേ? കാറ്റിനോട് പറയാൻ മാറി നിൽക്കാൻ, അല്ലെങ്കിൽ ഞാൻ ഈ തറ മാതി പൊളിക്കും. മുത്തശ്ശി രാത്രി വന്ന് പേടിക്കില്ലേ? എടാ മുത്തശ്ശിയുടെ കിന്നാരം പറഞ്ഞോണ്ടിരിക്കാണ്ട് ഇത്തിരി വെള്ളം കോരിയിട്ടെ. അയ്യടാ, തുണി അലക്കഴിഞ്ഞൊന്നും നടന്നു വൃത്തിയുള്ളൂ, ഇനി ഒരു വെള്ളം കോരല്. എനിക്കും വേണ്ട ഒരു റെസ്റ്റ്. എന്നെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ അമ്മ തന്നെ ഈ പണിയൊക്കെ ചെയ്യണ്ടേ? തന്നെത്താൻ ചെയ്തങ്ങോട്ട് പടി. സരസു, സുമതി, നിങ്ങ പറഞ്ഞിട്ടുണ്ടോ? പാവാട പൊക്കി പിടിക്കണ്ട, പാലത്തിന്റെ അടിയിലെ വെള്ളം പിച്ചു വെച്ചാൽ നല്ലല്ലോ. മുട്ടി അവിടെ കിടക്കരുത്. വേഗം വാ. എടാ ഈ രാത്രി നീ എവിടെ തുള്ളാൻ പോവാ? തൊറയിലാശന്റെ വീട്ടില് ഇത്തിരി നേരം സീരിയൽ കണ്ട് കരയാനാ. പോടി. നിക്കടാ അവിടെ. എന്താ? ഞാനും വരുന്നുണ്ട്. ഇന്നലത്തെ എപ്പിസോഡ്സിൽ ജോസൂട്ടി ഒരു വാലടച്ചിരിക്കുക. ലീലാമ്മ സമ്മതിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അവൾ ഭർത്താവിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചോളാം. ഈ ഉളകൾ ഇങ്ങനെ തുടങ്ങി നമ്മൾ എങ്ങനെ ജീവിക്കൂടി? എടി സരളെ, നീ ഇന്ന് പൗണ്ടർ ഇട്ടില്ലേ? നല്ല മീന്റെ മണം ഉണ്ടല്ലോ. എന്തൊരു നാറ്റാ. എടി, കലാകാരികൾക്ക് വേണ്ടത് കലാവാസനയാ, അല്ലാണ്ട് മീൻ വാസനയല്ല. നിനക്ക് നല്ല മീനാറ്റുണ്ടല്ലോ. സൈലൻസ്. എന്റെ ഡാൻസ് ക്ലാസ്സിലെ കുട്ടികളെ ഒന്നും മിണ്ടാതിരിക്കോ? അകത്തൊരു പൂജ നടക്കുന്നറിയില്ലേ സാധനങ്ങളെ? പൂച്ചല്ല, പൂജ. എന്താ നീ ചാണാത്തി കൈ കുത്തി വീണു? പോവാസത്തെ ഇത് മൈലാഞ്ചിട്ടതാ. നിന്നെ ഞാൻ എവിടെല്ലാം നോക്കിയെന്ന് അറിയൂ. എന്തിനാ? ടൗണിൽ പോണ്ട, എനിക്കൊന്നും വാങ്ങിക്കാനില്ല. ക്യൂട്ടസും കുങ്ങമ്മൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചിരിപ്പട്ടെ. പിന്നെ ലിപ്സ്റ്റിക് തീർന്നു പോയിടോ. പക്ഷെ ഞാനത് കുങ്ങമ്മ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം. കാശൊക്കെ പാളീസായിട്ടിരിക്കുക ലോറൻസേ. ഇനി 10ന്റെ പൈസ കിട്ടണമെങ്കിൽ അടുത്ത യുവജനോത്സവം വരണം. എന്താ? ആട് കൊണ്ടുപോയതാ. അതെ, നീ എനിക്കൊരു സഹായം ചെയ്യൂ. എന്താ? നീ ദേഷ്യപ്പെടരുത്. നീ ആരും കാണാതെ ഈ കത്ത് സരളയ്ക്കൊന്ന് കൊടുക്കണം. അത് ശരി. അപ്പൊ ഞാൻ സംശയിച്ച ശരി തന്നെയാ. കൊറേ കാലമായി സരളെ കാണുമ്പോ ലോറൻസിന് ഒരു ചോര കൂടി. മനസ്സിലിപ്പോ ഇതായിരുന്നല്ലേ? ലോറൻസിന് അത്രയ്ക്ക് വിഷമാണെങ്കിൽ സരളെ കാണുമ്പോ നേരിട്ട് എന്നോട് പറഞ്ഞൂടെ? എന്ത്? രാധേ, പ്രേമാണെങ്കിൽ പ്രേമോന്ന് പറഞ്ഞൂടെ? ഈ മുക്കറൻസിക്ക് അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. അത് ശരി. അപ്പൊ ചാള കരച്ചട്ടിലായി. ഇനിയിപ്പോ എന്താ മതി? ലവ് ലെറ്ററൊക്കെ ഞാൻ കൊടുക്കാം. പക്ഷെ അവളെ ചതിക്കൂലെന്ന് നീ എന്റെ തലത്തോട്ട് സത്യം ചെയ്യണം. ഞാൻ വഞ്ചിക്കും. നീ വഞ്ചിക്ക് പോകില്ലെന്നാ? എടാ, ചതിക്കില്ലെന്ന്. നീയാണ് സത്യം. ശരി, എന്റെ കൈ ഒഴിയൂല. ഈ എളിയിലേക്ക് വെച്ചോ. ഇവിടെ ആളെത്ര വെടിപ്പല്ലല്ല. അവളെയൊന്നും വഞ്ചിച്ചക്കല്ലേ ദുഷ്ടാ. സരളയുടെ കാര്യം ഓർത്തിട്ടല്ല. എന്റെ തല പൊട്ടി തെറിച്ചു പോകും. അവന്റെ ഒടുക്കത്തെ ഒരു സത്യപ്രതിജ്ഞ. പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം. ലോറൻസെ,
സാരലയുടെ വീട്ടിലെ ദഹനക്കേട് കൊണ്ട് പോലും ഒരു ഛർദി ഉണ്ടാവരുത്. ലോറൻസ് പോ, വല്ലവരും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ലവാന്ന് വിചാരിക്കും. ലോറൻസ് പോ. അമ്മിണി മോൾട്ട് ചെയ്യാലേ ഇന്നോടി. ഓ യമഹയായിരുന്ന, ഞാൻ വിചാരിച്ച സ്രാവിനെ തലക്കൊന്നുണ്ടോ വന്ന്. ഈശ്വരാ, ഇതെന്താ തടാകോ? ഷൂ, ആരും കണ്ടില്ല. ഓ അപ്പില് ചവിട്ടിയ പോലെയായി. പ്രിയ സഖി ഗംഗേ പയറു പറയൂ വാസോട്ടാ, വല്ല തുന്നുമ്പോ മീൻ ചാടിപ്പാൻ തൊള്ളയിടണേ. നീ പോടി തന്റെ അപ്പനാ. അയ്യോ, കടലമ്മ ക്രിസ്ത്യാനിയാണോ? അതെ, ഇപ്പൊ ഈ ശോശാമ്മയാ കടലമ്മ. പിന്നെ ഈ മത്സ്യകന്നി ഞാനാ. പാല് കണ്ടില്ലേ? കാവിലമ്മേ കയ്യിന്ന് പോയ കേസാണല്ലോ. അപ്പൊ ഇത് കടലമ്മയുടെ കൊട്ടാരല്ലേ? കടലമ്മയുടെ കൊട്ടാരോ? ഇത് ഹെറോദോസിന്റെ കൊട്ടാരാ. ഉടനെ സലോമിയുടെ നൃത്തം തുടങ്ങും. യോഹന്നാന്റെ തല വെട്ടാൻ. കൂട്ടത്തിൽ നിന്റെ തലയും ഞാൻ വെട്ടും. എന്തിന്? അവൻ തലയിൽ പഞ്ഞി വെച്ച് ഇറങ്ങിയിരിക്കുക. കർത്താവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ്. ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. അമ്മാമേ, അവിടെ എങ്ങനെ ഇറങ്ങിയിരുന്നേ? പേടിക്കണ്ട, ഇതെന്റെ വീടാ. അമ്മാമയ്ക്ക് പരിചയമില്ലാത്തോണ്ടാ. ഈശ്വര, ഇതെന്ത് പാദസര. അയ്യോ, ചങ്ങലക്കിട്ടിരിക്കുക. ഒന്ന് വേഗം വാറോസി. ഇത് പഠിച്ചേ. ഈ പണ്ടാര ഏത് സമയത്ത് ഇങ്ങനെ ഉരുവിരി പോവുക. ഈ ജോൺഫിക്ക് എന്നെക്കാളും കൂടുതൽ ഹൗസിംഗ് ഉണ്ടായിരുന്നു. ഇത് പിടിച്ചിട്ട് വേഗം വന്നേ. ഈ പാന്റ് വെട്ടി തെച്ചതിന്റെ ഭംഗി പോവും. ഞാൻ കുറച്ചുകൂടി തടി വെച്ചാലെന്ന് ആലോചിക്കാം. ഇന്ന് മുതൽ ശരിക്കും മട്ടൺ ചിക്കനൊക്കെ അടിച്ച് കയറ്റണ്ട. ഈ മട്ടൻ കൂടുതൽ കഴിച്ച ബട്ടക്സ് കൂടുന്ന് പറഞ്ഞാൽ ശരിയാണോ റോസി? റോസി, ഞാനൊരു കാര്യം ചോദിച്ചാൽ റോസിക്ക് വിഷമം തോന്നോ? എന്താ? ഈ ജോൺഫി എങ്ങനെ മരിച്ചേ? എന്നോട് പറയാൻ പറ്റണ കാര്യമാണെങ്കിൽ പറഞ്ഞാൽ മതി. വിശാഖപട്ടണത്ത് നിന്ന് ലോഡുമായിട്ട് വരുമ്പോ മച്ചുവ മുങ്ങിയതാ. അമ്മമ്മയ്ക്ക് ക്രിസ്മസിനുള്ള നക്ഷത്രവും വാങ്ങിച്ചുകൊണ്ട് വരാന്ന് പറഞ്ഞു പോയ ചെക്കനാ. ജോൺഫി പോയ ശേഷം അമ്മമ്മയ്ക്ക് അസുഖം തുടങ്ങിയത്. ഏതാടി ഈ കൂതി കുണിക്ക് പക്ഷി? നിന്റെ ഭർത്താവാ? ഞാൻ ഭർത്താവൊന്നുമല്ല, ബ്രദറാ. ബ്രദറോ? എന്റെ അറിവില് ഫ്രെഡിയും കടലിൽ പോയി ചത്ത ജോൺഫിയും മാത്രമേ അവൾക്ക് ബ്രദേഴ്സ് ആയിട്ടുള്ളൂ. പിന്നെ നീ ഏതാ? വേറൊരു ബ്രദർ? ഞാൻ വരുത്തം ബ്രദറാ. ക്ലീറ്റസ് വഴിന്ന് മാറ്. മാറിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യടി? നിന്റെ ഫ്രെഡി വിളിക്കോ? എന്നാ വിളിക്കടി. കേസ് ജയിച്ചെന്ന് കരുതി സമാധാനായിട്ട് ആ റെസ്റ്റോറന്റ് നടത്താന്ന് നീ വിചാരിക്കണ്ട. എന്നാലും റോസിയുടെ ധൈര്യം സമ്മതിച്ചേ പറ്റൂ. ആ ക്ലീറ്റസിന്റെ കാരണം പൊകഞ്ഞു പോയി. എന്നാലും കൃഷ്ണൻ ഒരു ആൺകുട്ടിയല്ലേ? അവര് പറഞ്ഞത് മുഴുവൻ മിണ്ടാതെ കേട്ട് നിന്നിട്ട് എന്റെ ഫ്രെഡിയും ചോൺഫിക്കായിരുന്നെങ്കിൽ കാണായിരുന്നു. സത്യം പറഞ്ഞ എന്റെ രക്തം തിളച്ചു വന്നതാ. പക്ഷെ അവൻ റോസിയുടെ ഭർത്താവാണെന്ന് ചോദിച്ചപ്പോ ഞാൻ തളർന്നു പോയി. റോസി, ആണുങ്ങളായ ഇത്രയ്ക്ക് പാവാൻ പാടില്ല. ഞാൻ അത്ര പാവമൊന്നുമല്ല. എടഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും കൊന്നിട്ട് ഞാൻ അവസാനിപ്പിക്കൂ. പിന്നെ എനിക്കൊരു വൃത്തിയുടെ സ്വഭാവം ഉണ്ട് റോസി. ചോര ചീറ്റിയ ആ ചോര കൊണ്ട് ഞാൻ മോൻ കഴുകുന്നേ. അതുകൊണ്ട് ഞാൻ എല്ലാം ക്ഷമിച്ചാടോ. ഇനി എന്നെങ്കിലും ഒരു ദിവസം അമാരന്റെ മുമ്പിൽ വരും. അന്ന് ഞാൻ കാണിച്ചു കൊടുക്കണ്ട് വൃത്തിയേട്ടവന്മാര്. അവനകത്തുണ്ടാവും, കയറി നോക്ക്. നിക്കടാ അവിടെ. തിരുവിലാവില് കുന്തം കൊണ്ട് കുത്തിയിട്ട് നിനക്കൊന്നും മതിയായില്ലടാ. കൊറേ യൂതന്മാര് ഇറങ്ങിയിരിക്കണു. നിന്നെയൊക്കെ മുൾക്കീടം വെച്ച് ചാട്ടവാറുണ്ട് അടിക്കാ വേണ്ടത്. നിങ്ങളൊക്കെ കൂടി കുറിച്ച് തറച്ച് കൊന്നിട്ട് എന്താ ഉണ്ടായത്? ഇത് ഭ്രാന്താശുപത്രിയാ. വിട്ടു. അവനോട് ഇല്ല സർ. ആ ക്ലീറ്റസിന് ഇപ്പോഴും ബോധം വീണിട്ടില്ല. അവനെങ്ങാനും കാഞ്ഞു പോയ മർഡർ കേസാ. നിന്റെ കൃഷ്ണനോട് മര്യാദയ്ക്ക് സ്റ്റേഷനിൽ ഹാജരാവാൻ പറ. എന്നിട്ട് അവൻ ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങൾ അവനെ കോടതിയിൽ ഹാജരായിക്കോളാം. ഇവനിതോടെ ഞാനിവിടെ ഉണ്ട്. ക്ലീറ്റസിന്റെ ആൾക്കാർ പോലീസിന് ശരിക്കും കാശ് കൊടുത്തിട്ടുണ്ട്. ഞാൻ കാരണം നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവരുത്. ഞാൻ വേണമെങ്കിൽ സ്റ്റേഷനിൽ പോയി ഹാജരായിക്കോളാം. പോലീസിന്റെ കൈ കിട്ടി അവർ തന്നെ ബാക്കി വെക്കില്ല. ഇപ്പൊ പിടികൊടുക്കാതിരിക്കുന്ന ബുദ്ധി. തൽക്കാലം കൃഷ്ണനെ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റി നിർത്താം. നീ പൊടി പൊട്ടിക്കാളി. ആ യൂദാസികളെ പിടിച്ച് മാറ്റി നിർത്ത്.
ഇവനെ ഞാൻ എവിടേക്കും പറഞ്ഞേക്കില്ല. ക്ലീറ്റസിന്റെ അവസ്ഥ ഒന്ന് ഭേദപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ കാല് പിടിച്ചിട്ടാണെങ്കിൽ ഞാൻ കേസ് ഒതുക്കി തീർത്തോളാം. അതുവരെ കൃഷ്ണ എവിടേക്കെങ്കിലും ഒന്ന് മാറിയെന്നേ പറ്റൂ. വിശാഖപട്ടണത്തൊരു ജോലി ശരിയായി തരാന്ന് സണ്ണി ഏറ്റിട്ടുണ്ട്. അവിടെ പോയിട്ട് അവനെ കണ്ടാൽ മതി, ബാക്കി അവൻ നോക്കിക്കോളും. എവിടെ ചെന്നാലും ഇഷ്ടമുള്ളവരൊക്കെ വിട്ടുപോവാനാ എന്റെ വിധി. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നാൽ ഞാൻ തന്നെ ഒന്ന് കൂട്ടിക്കൊണ്ടുവന്നോളാം. നീ ധൈര്യമായിട്ട് പോ. ഒരു ടെമ്പോ നിർത്തിയിട്ടുണ്ട്, മംഗലാപുരം വരെ അതി പോവാം. വാ. ശരി വിട്ടോ. വേണ്ട. ലോറൻസേ, എടോ ഞാൻ രാധയാ, ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ ഡെഡ് ബോഡി അല്ല. Am I right? Right. Am I right? Right. Am I right? ചവിട്ടി നിന്റെ കച്ചമാരാ. എന്നാ പിന്നെ ആദ്യം ഊതി പേത്തം കളിക്കാം. ഇനി എന്ത് കളിയാ? അയ്യടാ, മാഷ് കളിച്ചു കഴിഞ്ഞിട്ട് കുട്ടികൾ കളിച്ചാൽ മതി. ഡേറ്റു. രാധേ രാധേ, രാധയുടെ അച്ഛൻ വന്നു. രാധ വന്നല്ല, വേഗം പാടി. റെഡിയല്ലേ? ഇവനെന്താടി ഇത്രയും വലുതായിട്ട് ഈ കോലത്തിൽ തന്നെയാണോ? വലിയ നാണക്കാരനാ, വളർന്നിട്ട് നാണം മാറിയിട്ടില്ല. ഇവൻ ഏത് വെള്ളത്തിലാ കേറണത്? അങ്ങനെയൊന്നുമില്ല, ഞാൻ എല്ലാ വള്ളത്തിലും കയറും, പക്ഷെ കരയിലിരിക്കുമ്പോഴാന്ന് മാത്രം. കടലിൽ പോണവന് പേടിയാ. പേടിയുണ്ടൊന്നുമല്ല, ഉപ്പുവെള്ളത്തിൽ ഇറങ്ങിയ എന്റെ ക്യൂട്ടസ് പോവും. എന്നാലും കരയിൽ നിന്ന് അവൻ കാശുണ്ടാക്കണ്ട്, ഡാൻസ് പഠിപ്പിച്ചിട്ട്. 12 കുട്ടികളുണ്ട്. എന്താടി കേക്കണത്? തൊഴയും പങ്കായി എടുത്തു കൊടുക്കേണ്ട സമയം ഇവനെ തുള്ളാനാണ് വിട്ടത്. കേവലം തുള്ളലല്ല നാടോടി നൃത്തം, അതൊരു തപസ്യ. ആ നൃത്ത സാഗരത്തിന് മുമ്പിൽ അന്തം വിട്ട് പണ്ടാറിറങ്ങി നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഈ ഞാൻ. ചളിനെ ചവിട്ടിക്കൂട്ടി കടലിലെറിഞ്ഞാൻ. പിന്നെ എന്റെ കൈ മാങ്ങ പറിക്കാൻ പോകും. രാധേ, വെറുതെ അല്ലേ സാധനത്തിന് പിടിച്ച് ജയിലിട്ടത്. അവൻ വലിയ ദേഷ്യക്കാരനാ, നിങ്ങൾ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. ദേ, അച്ഛൻ മോനും വാങ്ങിച്ചോണ്ടോന്ന് പരിപ്പോടാ. കൊണ്ടുവന്ന ആളെ അങ്ങോട്ട് തിന്നാ മതി. പണിയെടുക്കുന്ന കാശിന് ഞാൻ അസൽ കാഡ്ബർസ് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. മുളക് തിന്ന് ചോര തൂറാനേ വേറെ ആളെ നോക്കിയാൽ മതി. മുണ്ടില്ലേ ഞാൻ. കണ്ടോ, അവൻ പിണങ്ങി. നീയേ അവനെ കാണാണ്ടിരുന്ന് കണ്ടിട്ടാ. നിന്റെ അമ്മ പെങ്കൊച്ചുണ്ടാവാൻ പ്രാർത്ഥിച്ചപ്പോ ഈ ശാന്തമ്മ ആൺകൊച്ചുണ്ടാവാൻ പ്രാർത്ഥിച്ചു കാണും. അതാ ഇങ്ങനെ രണ്ടും പപ്പാതിയായി പോയത്. എനിക്ക് വയറ് ഭയങ്കര എരിച്ചില്. എന്താണാവോ? നീ ഇച്ചിരി കഞ്ഞികളോട് വെച്ചേ. ആ വാ, പിള്ളേര് വീട്ടിൽ പോ, വീട്ടിൽ പോകോ. നടക്കടി അങ്ങാട്ട്. നടക്കേല്ലേ? ചാലിയത്ത് നിന്ന് പണ്ട് കസവ് മുണ്ടിന്റെ കച്ചവടത്തിന് വന്ന ഒരു സന്ധ്യക്ക് നമ്മുടെ വാസുവിന്റെ അടുക്കളയിൽ നിന്ന് തുണിയില്ലാതെ ഓടിയെന്നാണ് പറയണത്. അതാ വാസുവിന്റെ മൂത്ത മോനൊരു കസവിന്റെ നിറം. എടാ, ഒരാഴ്ച കൊണ്ട് വെയില് കൊള്ളിച്ചിട്ട് ഈ മീൻ കൊണ്ടുപോയാ പോരായിരുന്ന? ഉണക്കാനായിട്ട് അധികമൊന്നുമില്ല. ഈ ട്രോളറുകാരുള്ള പൊട്ടും പൊടിയെല്ലാം വാരിക്കൊണ്ട് പോയിട്ട് ഇപ്പൊ കടലിൽ മീനില്ലാണ്ടായി. ഈ പ്രാവശ്യം പാതിലോടെ ഉള്ളൂ.
കൃഷ്ണാപ്പള്ളിക്കാ. നീ എന്നാ അടുത്ത ആഴ്ച കാണാം. ഓ കേട്ടോ ചായ കഴിക്കാനൊന്നും വേണ്ടടാ. ആ രണ്ടും പരദൂഷണായിക്കോട്ടെ, അല്ല ചൂടുള്ളത് വേണം കേട്ടോ. ഓ ഞാൻ എന്തെങ്കിലും പറഞ്ഞാ പരദൂഷണം. പണ്ട് വാസുവിന്റെ പെങ്ങള് കറലിച്ചാടി ചത്തത് വയറ്റിലുണ്ടായിട്ടാണെന്ന് ഞാൻ പറഞ്ഞപ്പോ ഇവനൊക്കെ പറഞ്ഞ് പരദൂഷണമെന്ന്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പത്രത്തില് വാർത്ത പറഞ്ഞപ്പോ എന്തായി? ദിവാരം ജയിലിലായിട്ട് കൊല്ലങ്ങൾ ഒരുപാടായി. എന്നിട്ട് ശാന്തമ്മനെ കുറിച്ച് ഇതുവരെ ആരും ഒന്നും പറഞ്ഞേക്കണില്ലല്ലോ. ഓ അവരെങ്കിലും ഒന്ന് വെറുതെ വിട് പറയുന്നേട്ടാ, അവരെങ്ങനെങ്കിലും ഒന്ന് പിഴച്ചു പൊയ്ക്കോട്ടെ. ചായ കുടിച്ചിട്ട് പോടാ. താൻ തന്നെ അങ്ങ് കുടിച്ചാ മതി. ശാന്തമ്മനെ കുറിച്ച് പറഞ്ഞപ്പോ ഇവനെന്താ ഇത്ര ദണ്ണം? ഇനി ഇവനെങ്ങനെ ഐസ് വിൽക്കാൻ അവിടെ പോയി മണിയിരിക്കണ എന്താ? ഇത് കണ്ട തൊപ്പി വരണോ? കാണാരേട്ടാ അവര് വരണുണ്ട്. ആരാണ്? മീനിനാണെങ്കിൽ ഒരു വിലയില്ല. അവര് കണ്ടേ കളിക്കരുത് കളിക്കാനാണ് ബാക്കി കിട്ടുവാ. എടാ അതെ ഒരു 10 രൂപ തരാനുണ്ട് കേട്ടാ, മറക്കല്ലേ. ഇങ്ങാട് താകുഞ്ഞമ്മേ. വേണ്ട മോളെ, ഞാൻ കഴുകി വെച്ചാളാ. അങ്ങാട്ട് കൊടുക്കുന്നേ, പെൺപിള്ളേര് ദേഹാനെങ്കിൽ ജോലി ചെയ്യട്ട്. കൊണ്ടുചെല്ലേ. നടുവേദന എങ്ങനെയുണ്ട് കണാരേട്ടാ? ഓ നടുവേദന പറഞ്ഞ് ചുമ്മാണ്ടിരിക്കാൻ പറ്റുമോ ശാന്തമ്മേ? വലയുടെ കേടുപാടുകൾ തീർത്താൽ അടുത്ത ആഴ്ചയെങ്കിലും പണിക്ക് പോകാൻ. അപ്പൊ ഈ ആഴ്ച ഇനി നോക്കണ്ട. ഈ ചീട്ടുകളി നിർത്താതെ ഇത് ഞാൻ ഗുണം പിടിക്കുകയില്ല. ദേ പെങ്കൊച്ചുങ്ങൾ 3 എണ്ണം വളർന്ന് നിക്കണത്. ആ വിചാരം വല്ല ഇരിയാനുണ്ടാ? എന്റെ കാർത്തു, ഞാൻ ചീട്ട് കൈ കൊണ്ട് പോട്ടിട്ട് കാലം എത്രയെന്നറിയാം. അതായിരിക്കും ഞാൻ വരണത് കണ്ടപ്പോ കടലാസി പൊതിഞ്ഞ് മണ്ണിലോട്ട് പൂത്തിയത്. എടി പണ്ടാരപ്പടെ, നീ അത് കണ്ടായിരുന്ന? നിനക്ക് കമലപ്പരുന്നിന്റെ കണ്ണാണല്ലോ. വെറുതെ കാർത്തൂന്റെ വയലിരിക്കണ കേക്കാണ്ട് പണിക്ക് പോകാൻ നോക്കി കാണാരേട്ടാ. ദിവാനുണ്ടായിരുന്നപ്പോ എല്ലാത്തിനും ഒരു ഉഷാറുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാത്തിനും എനിക്കൊരു മടിയാണ്. എന്നാ ചങ്ങാതി ജയിലിൽ വന്നിട്ട് പണിക്ക് പോയാ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങാട് ജയിലിലാട്ട് ചെല്ലേ. പെണ്ണുങ്ങളെ കെട്ടിയവന്മാരെ ആശ്രയിക്കാതെ ആണുങ്ങളെ പോലെ ജീവിക്കാൻ പഠിക്കണോടി. ഞാൻ ശാന്തമ്മയെ കണ്ടായിരുന്ന? ദിവാകരനെ ആശ്രയിക്കാതെ ശാന്തമ്മ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കാശുണ്ടാക്കണം നീ കണ്ട? പോരാത്തതിന് മോനും വേറെ സമ്പാദിക്കണം. മോൻ സമ്പാദിക്കണതേ അവന് പൗണ്ടറിനും വാസന സോപ്പിനെ തികയത്തുള്ളൂ. അവന് കടലിൽ പണിക്ക് വിടാത്തതിന് അധികം വരുമ്പോ എനിക്ക് കേക്കാം. എന്ത് കേൾക്കാനാണ്? അവനെന്താണത് കുറവ്? അവൻ ഈ തുറയുടെ മുത്തല്ലേ. ഒരു നല്ല കലാകാരൻ എന്തിനാണ് കടലിൽ പോണത്? അവൻ കരയിൽ വെറുതെ നിന്ന് ചവിട്ടിയാ